നമ്മൾ ഇന്ത്യക്കാർ നടത്തിയത് വെറും ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ലാട്ടാ, നമ്മൾ വലിയ യുദ്ധമായിരുന്നു നടത്തിയത്. അതിൽ നമ്മൾ ഇന്ത്യ തോറ്റു എന്നാ പറയുന്നത്. എന്താ ചെയ്യാല്ലേ? നമ്മൾ വലിയ യുദ്ധം നടത്തിയെന്ന്. പാകിസ്ഥാനിൽ അവർ കളിക്കുന്ന കളി കാണുന്ന എൻ്റെ പൊന്നോ, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ഓടുക, ചാടുക, മധുരം വിളമ്പുക, കേക്ക് മുറിക്കുക, എന്തൊക്കെയാ കാണണ്ടേ, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, പൂ കൊടുക്കുക, ഇതൊക്കെയാ കാണണം അവിടെ. അവർ വലിയ യുദ്ധം ജയിച്ചു, ഇന്ത്യയെ തോൽപ്പിച്ചു, ഇന്ത്യയുടെ അഹങ്കാരം അങ്ങോട്ട് തീർത്തു കൊടുത്തു, ഇന്ത്യയുടെ കുറേ മിസൈലുകളും അതുപോലെയുള്ള വിമാനങ്ങളൊക്കെ തകർത്തിട്ടു, ഇന്ത്യയുടെ വിമാനത്തിൽ നിന്ന് പൈലറ്റിനെ പിടിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. എൻ്റെ പൊന്നോ, മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്ത്യ ഇനി ബാക്കിയില്ല എന്നേ വിചാരിക്കും. അതേപോലത്തെ തള്ളുകൾ അവിടെ നടക്കുന്നത്. ഇതുകൂടാതെ അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പത്രസമ്മേളനം പോലെ എന്തോ ഒരു സംഭവമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ അങ്ങോട്ട് പറയുന്ന തള്ളു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കണ്ണൊക്കെ പുറത്തേക്ക് വരും. അതുപോലത്തെ തള്ളു അങ്ങോട്ട് അതിൽ നടത്തിയിട്ടുള്ളത്. ഞാൻ എന്തായാലും ആ തള്ളു കുറച്ചൊന്ന് വായിക്കാം. പാകിസ്ഥാനികൾക്ക് എൻ്റെ ആശംസകൾ കേട്ടോ. നമ്മൾ സ്വതന്ത്രമായ ഒരു രാഷ്ട്രമാണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്വാധീനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താലും നമ്മൾ അവരെ വളരെ ശക്തമായി പ്രതിരോധിക്കുകയും വളരെ ശക്തമായ മതിലായി ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. ഈ ദിവസങ്ങളിൽ പലതും സംഭവിച്ചു, ഇന്ത്യ പലതും ചെയ്തു. പക്ഷെ പാകിസ്ഥാൻ അതിന് പ്രൊഫഷണൽ രീതിയിലാണ് പ്രതികരിച്ചത്. സൈനിക ചരിത്രത്തിൽ സ്വർണത്താൽ ചാലിച്ചൊരു പുതിയ ചരിത്രമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ഭാരതം നമ്മുടെ മേലെ അനാവശ്യമായി യുദ്ധം ചുമത്തിയ ശേഷം നമ്മൾ വളരെ ക്ഷമ പുലർത്തിയിട്ടാണ് അവിടെ നിന്നത് കേട്ടോ. ഉടൻ തന്നെ അന്വേഷണത്തിന് തയ്യാറാവുകയും ചെയ്തു നമ്മൾ. എന്നാൽ ഇന്ത്യ നമ്മുടെ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചു, എങ്കിലും പരാജയപ്പെട്ടു. അവർക്ക് നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ ഉചിതമായിട്ട് മറുപടി നൽകി. പിന്നെ പാകിസ്ഥാന്റെ ഷാഹിനുകൾ, യോദ്ധാക്കൾ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ തോക്കുകൾ നിശബ്ദമാക്കി. ചരിത്രം ഇതിനെക്കുറിച്ച് എന്നും ഓർക്കും. അത്രയും സൂപ്പർ കാര്യം അവർ ചെയ്തു കേട്ടാ. ഇന്ത്യയുടെ റാഫാൽ വിമാനങ്ങൾ നമ്മുടെ യോദ്ധാക്കളെ ലക്ഷ്യമാക്കാൻ പരാജയപ്പെട്ടു. എന്താ വെച്ചാൽ യോദ്ധാക്കളെ കാണാൻ കിട്ടിയില്ല, അവരവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ട്. നമ്മൾ വളരെ മഹത്വപൂർണമായ രീതിയിലാണ് ശത്രുവിനെ നേരിട്ടത്. ഇത് നമ്മുടെ സത്യവും ഗൗരവവും വിജയിച്ച ദിവസമാണ്. ഇത് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ വിജയം മാത്രമല്ല, പൂർണ്ണമായിട്ടും രാഷ്ട്രത്തിന്റെ, അതായത് പാകിസ്ഥാന്റെ വിജയമാണ് കേട്ടാ. ഇതിനിടയിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ നുണ പ്രചരിപ്പിച്ചെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ മാധ്യമധർമ്മം പുലർത്തി എന്ന തള്ളുകൂടി ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന ജൂട്ടാസ്ഥാന്റെ പ്രധാനമന്ത്രി തള്ളി മറിക്കുന്നുണ്ട് കേട്ടാ. അതായത് എത്ര സത്യസന്ധമായ രീതിയിൽ അവർ യുദ്ധം ചെയ്തെന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. മിണ്ടാതിരിക്കുന്നവൻ്റെ വായയിൽ കോലിട്ടിളക്കുക, അത്രയും സത്യസന്ധമായിരുന്നു. നമ്മളൊന്നും ചെയ്യാതിരുന്നപ്പോഴും അവിടെ നിന്ന് ഡ്രോണുകളും മിസൈലും അയക്കുക, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അയക്കുക, മിലിറ്ററി ഏരിയകളിലേക്ക് അയക്കുക, ആശുപത്രികളിലേക്ക് അയക്കുക, മാത്രമല്ല കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് അയക്കുക. ഇതുപോലെയുള്ള വളരെ നല്ല രീതിയിലുള്ള മാന്യമായ രീതിയിലുള്ള അക്രമമായിരുന്നു അവർ നടത്തിയത്. അവരുടെ ആളുകളെ തന്നെ കവചമാക്കി അവരുടെ വിമാനം, അന്താരാഷ്ട്ര വിമാനം പറക്കുന്ന അതേ ചാലിലൂടെ തന്നെ പറത്തി വിട്ട് എന്തെങ്കിലും ഒരു ബോംബ് വീണ വിമാനം തകരട്ടെ എന്ന് വിചാരിക്കുന്ന വളരെ മാന്യമായ രീതിയിലുള്ള ഒരു യുദ്ധമാണ് അവർ ചെയ്തത് കേട്ടോ. അപ്പം അതിനത് അവരെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. അത്രയും സത്യസന്ധമായ ഒരു ജൂട്ടാസ്ഥാനാണ്. അതിൻ്റെ ജൂട്ടാസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം കേട്ടോ. പിന്നെ അവിടുത്തെ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്ര അടിപൊളി. നമ്മൾ വിചാരിക്കും ഇന്ത്യ ബാക്കിയില്ല എന്ന് വിചാരിക്കും. ഇന്ത്യയിൽ ഇനി തകരാനായിട്ടൊരു സ്ഥലവും ബാക്കിയില്ല എന്ന് വിചാരിക്കും. അത്രയും ഭയങ്കരമായ ന്യൂസുകൾ, അത്രയും സത്യസന്ധത പുലർത്തിയിട്ടാണ് അവിടുത്തെ മാധ്യമങ്ങൾ ഓരോന്നും പറയുന്നത്.